തമിഴ്നാട്ടിലെ കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്. ഉച്ചഭക്ഷണം കഴിക്കുവാനായിട്ട് ഞങ്ങളുടെ ഡ്രൈവർ കാണിച്ചു തന്ന റോയൽ റെസ്റ്റോറന്റ് ആണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഒരു ആംബിയൻസിൽ എത്ര പേർക്ക് വേണമെങ്കിലും യഥേഷ്ടം വന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റി, ഇതൊക്കെയാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഏറ്റവും വലിയ പ്രത്യേകത. തമിഴ്നാടായതുകൊണ്ട് തമിഴ്നാടിൻ്റെതായ ഒരു നാടൻ ശൈലിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുതന്നെ കഴിക്കണം എന്നോർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഈ ഹോട്ടലിന്റെ പരിസര ഭാഗങ്ങളിലെല്ലാം ധാരാളം കാറ്റാടി മരങ്ങൾ നിലകൊള്ളുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്രയും നല്ല ഒരു വ്യൂ പോയിന്റിലാണ് ഈ ഒരു ഹോട്ടൽ സമുച്ചയം തന്നെ ഇവർ തീർത്തിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയും നല്ല വ്യൂ പോയിന്റോടുകൂടി ഈ ഭക്ഷണം ആസ്വദിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഹോട്ടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അല്പം താമസിച്ചാണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. യഥേഷ്ടം ഞങ്ങൾക്ക് മാത്രമായിട്ട് അവർ ഈ ഒരു ഉച്ചഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം എത്തിച്ചേർന്നിരിക്കുന്നു. ഞങ്ങൾ ആവോളം ഈ നാടൻ രീതിയിലുള്ള ഈ ഒരു ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാടൻ ഭക്ഷണം തന്നെ നിങ്ങൾ ഓർഡർ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ രുചിയും വൈഭവവും മറ്റൊരു വൈവാണ്. അതുകൊണ്ട് അതുതന്നെയായിരിക്കും ഏറ്റവും ഉചിതമായ ഒരു കാര്യം എന്ന് എടുത്തു പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. തമിഴ്നാട്ടിലെ തൈരും തമിഴ്നാട്ടിലെ സാമ്പാറുമൊക്കെ ഏറെ രുചികരമായ ഒരു അനുഭവമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ചോറ് മാത്രം നമുക്ക് ലഭ്യമാവുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അവിടെ പ്രത്യേക രീതിയിലുള്ള അരി മാത്രമാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് മാത്രം നിങ്ങൾ ഉച്ചഭക്ഷണത്തിനായിട്ട് തമിഴ്നാട്ടിലെ ഏതൊരു ഹോട്ടലിലേക്കും പ്രവേശിക്കരുത് എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹോട്ടലിന്റെ സമീപ ഭാഗത്തെ നല്ല കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം കാറ്റാടി മരങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി ധാരാളം മലനിരകളും, അതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യഥേഷ്ടം ഇവിടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.